ഹലോ, എല്ലാവർക്കും സ്നേഹസലാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സീനിയർ സിറ്റിസൺസും ചാവക്കാട് ഒരുപാട് പരിചയസമ്പന്നനായ KT അബ്ദുള്ളൊരു അഭിമുഖ സംഭാഷണമാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ചാവക്കാടിൻ്റെ ഒരുപാട് കഥകൾ നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ ഒരുപാട് നാടുകൾ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ ആദ്യം നാട് വിട്ടത് ബോംബെയിലേക്കാണ്. ബോംബെയിൽ പോയി അവിടെ ജോലിയൊക്കെ ചെയ്ത് വിളിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. അതിനുശേഷം ഗൾഫിലെ നിന്നു. അവിടെ പോയി കുറച്ച് നാളൊക്കെ നിന്ന് അവിടെ ജോലിയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വന്നു. പിന്നെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ പോയി അവിടെ കുറച്ച് നാളൊക്കെ നിന്ന് കുറേ ജോലിയൊക്കെ ചെയ്ത് വന്നു. പിന്നെയും പോയി. അങ്ങനെ ശേഷം അവിടെ നിന്ന് പോകാൻ പിന്നെ മദ്രാസിൽ പോയി. പോയി അവിടെ കുറേ ജോലികളൊക്കെ ചെയ്ത് അവിടെ കൂടി വന്ന് പിന്നെ പോയി കുറച്ച് കാലം അവിടെ കഴിച്ചു. അങ്ങനെ പഴയ നാട്ടിലും കേരളത്തിലും തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് അങ്ങനെ അവിടെയൊക്കെ ജോലി ചെയ്തു. പിന്നെ നമ്മുടെ നാട്ടിൽ ഉത്സവം മടക്കാൻ നിർത്തില്ല. അപ്പോൾ കഴിഞ്ഞ് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് മടക്കാൻ നിർത്തി. തീർച്ചയായിട്ടും മടക്കാൻ നിർത്തി കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ പൂരം 10-65 ആന ഒക്കെ വന്നു കൂടുന്ന ഒരാവശ്യമാണ് മടക്കാൻ നിർത്തുക. മകരം 12, മകരം 13, 14, 15 3 ദിവസങ്ങളിലാണ്. 4 ദിവസം. ഇപ്പോൾ 16-ാമത്തെ ദിവസമുണ്ട്. 16-ാമത്തെ ദിവസം ആവശ്യമില്ല. അന്ന് ആന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നാട്ടുകാരുടെ വലിയ പരിപാടിയാണ്. നിർത്തുക കണ്ടത്തേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടായിട്ട് പിറ്റേ ദിവസം. അത്രയ്ക്ക് വലിയ പരിപാടി. കച്ചവടക്കാർ ഇപ്പോൾ പോണറോ അവിടെ മനസ്സിലായി. അങ്ങനെയൊക്കെയുള്ള ഒരു ആവശ്യമാണ് മടക്കാൻ നിർത്തുക. ഈ ഇന്ത്യയുടെ 4 ഭാഗത്തുള്ളതായ ജനങ്ങളും വന്നു കൂടുന്ന ഒരാവശ്യമാണ് മടക്കാൻ നിർത്തുക. മരണക്കിണർ, കാഴ്ചക്കിണർ, അതുപോലെ തന്നെ ഒപ്പന, എല്ലാ തരത്തിലുള്ള കലാപരിപാടികളും എല്ലാതും അത് ഉണ്ടായിരിക്കും. ജനങ്ങൾക്ക് എൻജോയ്മെന്റ് ചെയ്യാനുള്ള എല്ലാ ഇതും അവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു കൂടുന്ന ഒരാവശ്യം കൂടിയാണ്. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലുള്ള ജനങ്ങളും വരും ഈ ആവശ്യം കാണാനായിട്ട്. അത്രയ്ക്ക് വലിയ ആവശ്യമാണ്. ഔസൂട്ടി മൂപ്പരെ ആവശ്യം. ഹൈദ്രോസ് കുട്ടി മൂപ്പല്ലേ നാലകത്ത്. പിന്നെ അത് കഴിഞ്ഞാൽ എടപ്പള്ളി നിർത്താം. അതും ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ കുമ്പം പാലിക്കാണ്. അപ്പോൾ ആയിക്കോട്ടെ, മനസ്സിലായി. ഇപ്പം ഈ നേർച്ചകൾക്കൊക്കെ താങ്കൾ പോവാറുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, നേർച്ചയും പൂരൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടൈലറായിരുന്നു, ഇപ്പോഴും ടൈലറായിട്ട് ടൈലറാണ്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ചാവക്കാടിനെ കുറിച്ച് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ ഇതുവരെയുള്ള സംഭാഷണങ്ങളിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.